ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ജനങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നല്ല അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും. അപ്പോൾ എന്തറിയും, ജനങ്ങൾ പുറത്തിറങ്ങും. ആ ജനങ്ങളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാം. ശരിക്കും രാജ്യദ്രോഹികൾ അവർ, ആ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള രാജ്യദ്രോഹികൾ അല്ലേ? അങ്ങനെയായിരുന്നല്ലോ നമ്മൾ രാജ്യദ്രോഹികളായിരുന്നല്ലോ ഇൻഡിപെൻഡൻസ് ഡേ 1947 മുന്നേ അല്ലേ? പക്ഷെ അവിടെ ആരാ ജയിച്ച്? ഇപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങൾ അല്ലേ ഈ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കപ്പെടുന്നവര്. സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ. വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചതിൽ വലിയ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ 2 ദിവസം കറണ്ട് ഇല്ലാതെ എല്ലാവരും സൈബർ ബുള്ളിങ് കഴിഞ്ഞില്ലേ? പിന്നെ ഇവിടെ ഒരാൾ സ്വന്തമായ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് അവരെന്തിനാ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നു? ഞാൻ ഡൽഹിയിൽ നടക്കുന്ന യുവാക്കൾക്കൊപ്പമല്ല, ഈ ലോകത്തെ എവിടെ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ജീവനും സ്വത്തിനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തിടത്തൊക്കെ നമ്മൾ ഒപ്പം ഉണ്ടാവും.